അജബേറുന്ന റജബ് വിട പറയുകയാണ്. ഷറഫാകുന്ന ശഅബാൻ കടന്നു വരികയാണ്. ഒരു മുഅ്മിൻ എന്താണ് ചെയ്യേണ്ടത്? ഒരു മുഅ്മിൻ എന്താണ് ഈ സമയത്ത് പറയേണ്ടത്? ഒരു കൂട്ടം കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. കടന്നു വരുന്ന ശഅബാൻ മാസം, ആ ശഅബാൻ മാസത്തിൻ്റെ പ്രത്യേകത എന്താണ്? ശഅബാൻ മാസത്തിൽ ഒരു മനുഷ്യൻ അറിഞ്ഞിരിക്കേണ്ട 9 അറിവുകളുണ്ട്. ആ 9 അറിവുകൾ ഒരാൾ അറിഞ്ഞിരിക്കൽ ഏറ്റവും അത്യാവശ്യമാണ്. ആ അറിവുകൾ ഏതൊക്കെയാണെന്ന് വിശദമായി നമുക്ക് ഈ വീഡിയോയിലൂടെ കേൾക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എൻ്റെ മാസം എന്ന് പരിചയപ്പെടുത്തിയ മാസമാണല്ലോ ശഅബാൻ. ആ ശഅബാൻ മാസത്തിൽ നബി തങ്ങൾ അങ്ങനെ പറയാനൊരു കാരണമുണ്ട്. എൻ്റെ മാസം എന്ന് നബി തങ്ങൾ ശഅബാനെ പറ്റി പറയാൻ ഒരു കാരണമുണ്ട്. എന്താണ് ആ കാരണം? നമുക്ക് വീഡിയോയിലൂടെ കേൾക്കാം. ശഅബാൻ മാസവുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട സുപ്രധാനപ്പെട്ട അറിവുകൾ, ശഅബാൻ മാസത്തിൽ നമ്മൾ ചെയ്യേണ്ട ദുആകൾ, ദിക്റുകൾ, സ്വലാത്തുകൾ ഏതൊക്കെയാണ്, എന്തൊക്കെയാണെന്ന് മുഴുവനായി നമുക്ക് കേൾക്കാം. വീഡിയോ അവസാനം വരെ കാണുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹ ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുള്ള ഹലാലായ മുറാദുകൾ ഹാസിലാക്കുമാറാവട്ടെ. നമ്മളോട് ദുആ കൊണ്ട് ആരെല്ലാം വസിയ്യത്ത് ചെയ്തിട്ടുണ്ടോ, നമ്മൾ ആരൊക്കെ ഇഷ്ടപ്പെടുന്നോ, നമ്മളെ ആരൊക്കെ ഇഷ്ടപ്പെടുന്നോ, അതുപോലെ ആരെല്ലാം നമ്മളോട് ദുആ വസിയ്യത്ത് പറഞ്ഞോ, നമ്മൾ ആരോടെല്ലാം ദുആ വസിയ്യത്ത് പറഞ്ഞോ, നമുക്കെല്ലാവർക്കും സ്വർഗത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ഒരുമിച്ച് ചേരാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. പരിശുദ്ധമായ റജബ് ഇതാ വിട പറയാൻ ഒരുങ്ങുകയാണ്. അജബാകുന്ന റജബ് വിട പറഞ്ഞ് ഷറഫാകുന്ന ശഅബാൻ നമ്മളിലേക്ക് ഇതാ ആഗതമാവുകയാണ്. ഷറഫേകുന്ന ശഅബാൻ, ആ ശഅബാനിൽ നമ്മൾ അറിയേണ്ട, ചെയ്യേണ്ട, പറയേണ്ട, മനസ്സിലാക്കേണ്ട ഒരു കൂട്ടം കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പ്രധാനമായും പരിചയപ്പെടുന്നത്. പല ആളുകളും ചോദിക്കുന്നുണ്ട്, പറയുന്നുണ്ട്, ഓരോ മാസവും ഇങ്ങനെ കടന്നു വരുമ്പോൾ ആ മാസത്തിൻ്റെ ശ്രേഷ്ഠതകളും ഫളീലത്തുകളും അതിൻ്റെ മഹത്വങ്ങളൊക്കെ ഓരോ ഉസ്താദുമാർ വീഡിയോയിലൂടെ പറയുമ്പോൾ പല ആളുകളും വിമർശിക്കുന്നുണ്ട്. ചില ആളുകൾ ഒരു ശ്രേഷ്ഠതയുമില്ലാത്ത മാസത്തെ വെറുതെ എടുത്ത് അതിനെ വലിച്ചു നീട്ടി അതിനങ്ങനെ ശ്രേഷ്ഠത, ഇങ്ങനെ ശ്രേഷ്ഠത, അത് ചെയ്യണം, ഇത് ചെയ്യണം, ഇതൊക്കെ ഉള്ളതാണോ, ഇതൊക്കെ ഖുർആനിലുണ്ടോ, ഹദീസിലുണ്ടോ, ഇതൊക്കെ ഉള്ള കാര്യമാണോ എന്ന് പല ആളുകളും സംശയം ഉന്നയിച്ചേക്കാം. അവർക്ക് അറിവില്ലാത്തത് കൊണ്ടാണ്. ഞാനീ പറയുന്ന കാര്യങ്ങൾ, ഞാൻ ഉൾപ്പെടെ മറ്റു ഉസ്താദുമാരൊക്കെ ഇങ്ങനെ വീഡിയോയിൽ വന്ന് പറയുന്ന കാര്യങ്ങൾ, ഹദീസുകൾ, അതുപോലെ തന്നെ മഹാന്മാരായ ഉലമാക്കളുടെ ഉദ്ധരണികൾ, ഇതെല്ലാം പണ്ട് മുതലേ ഉള്ളതാണ്. റജബിൻ്റെ ശ്രേഷ്ഠത അത് പണ്ട് മുതലേ ഉള്ളതാണ്. അല്ലാതെ ഈ റജബ് മാസം വരുമ്പോൾ എല്ലാ ഉസ്താദുമാരും വട്ടം കൂടി ഇരുന്നിട്ട് നമുക്ക് ഇന്നത് പറയണം എന്നല്ല. ഇനി ശഅബാൻ വരുമ്പോൾ കുറച്ച് ഉസ്താദുമാരൊക്കെ കൂടി ഇരുന്നിട്ട് നമുക്കത് പറയാം, ഇത് പറയാം, അങ്ങനെയല്ല. ഇതൊക്കെ മഹാന്മാരായ ഉലമാക്കൾ, മുൻഗാമികൾ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തിയതാണ്. അത് പഴയ കാലങ്ങളിൽ, മുൻപത്തെ കാലങ്ങളിൽ അത് ജനങ്ങളിലേക്ക് പറഞ്ഞു കൊടുക്കാൻ ഉസ്താദുമാർ വളരെ കുറവായിരുന്നു. ഉസ്താദുമാരുണ്ടായിരുന്നു, പണ്ഡിതന്മാരുണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ സോഷ്യൽ മീഡിയ സംവിധാനമില്ലാത്തത് കൊണ്ട് പല ആളുകൾക്കും അത് അറിവില്ല. ഇന്ന് സോഷ്യൽ മീഡിയ സംവിധാനങ്ങൾ വർദ്ധിച്ചു. അൽഹംദുലില്ലാ, നമുക്ക് എന്ത് ഇൽമ് വേണമെങ്കിലും, എന്ത് അറിവ് വേണമെങ്കിലും, ഏത് ഉസ്താദിൻ്റെ ക്ലാസ് വേണമെങ്കിലും നമുക്ക് സെർച്ച് ചെയ്താൽ കിട്ടും. അപ്പോൾ നമ്മുടെ വിഷയം അതല്ല, സാന്ദർഭികമായി അത് ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം. അതായത് ഈ ശഅബാനിൻ്റെയും ഇനി വരുന്ന റമദാനിൻ്റെയും കഴിഞ്ഞു പോകുന്ന റജബിൻ്റെയൊക്കെ ശ്രേഷ്ഠത ഉള്ളത് തന്നെയാണ്. അത് പണ്ടത്തെ കാലത്ത് നമുക്ക് ഇത്രയും ഫെസിലിറ്റീസ് ഇല്ലായിരുന്നു. ഇപ്പോൾ അതിൻ്റേതായ സോഷ്യൽ മീഡിയ സംവിധാനങ്ങൾ വന്നപ്പോൾ നമുക്കത് പറഞ്ഞു കൊടുക്കാനും കേൾക്കാനൊക്കെ എളുപ്പമായി എന്ന് മാത്രം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകുമാറാവട്ടെ. റജബ് മാസം വിട പറയുകയാണ്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുവേ, റജബിലും ശഅബാനിലും നീ ബറക്കത്ത് ചെയ്യണേ, റമളാനിലേക്ക് ഞങ്ങളെ നീ എത്തിക്കണേ. നമ്മൾ റജബ് 1 മുതലേ ദുആ ചെയ്തു വരികയാണ്. ഈ റജബ് തീരാൻ പോകുന്ന ഇന്ന് റജബ് മാസം 28ാമത്തെ ദിവസം. ഇന്ന് റജബ് 28 അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ കഴിഞ്ഞ ദിവസം അനുഷ്ഠിച്ച എല്ലാ കർമ്മങ്ങളും, നമ്മുടെ നോമ്പ്,
അതുപോലെ റജബ് 27 രാവിലും പകലിലും നമ്മൾ എന്തെല്ലാം നന്മകൾ ചെയ്തിട്ടുണ്ടോ എല്ലാം അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അതോടൊപ്പം തന്നെ റജബ് തീരാൻ പോവുകയാണ്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. ആ ദുആ എൻ്റെ ഉമ്മമാരെ ഉപ്പമാരെ നമ്മൾ അധികരിപ്പിക്കേണ്ടതുണ്ട്. ഒരുപാട് പ്രാവശ്യം പറയണം. ബറക്കത്ത് നമ്മുടെ ജീവിതത്തിൽ കിട്ടണം. ബറക്കത്തുള്ള ജീവിതമായി മാറണം. ബറക്കത്തുള്ള കുടുംബമായി, ബറക്കത്തുള്ള സന്താനങ്ങളായി, ബറക്കത്തുള്ള സമ്പത്തായി, ബറക്കത്തുള്ള വീടായി നമ്മുടെ വീടും നമ്മുടെ സന്താനവും നമ്മുടെ സമ്പത്തൊക്കെ മാറേണ്ടതുണ്ട്. അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. അപ്പോൾ റജബ് മാസം വിട പറഞ്ഞ് ശഅബാൻ നമ്മളിലേക്ക് വരികയാണ്. ഈ ശഅബാൻ മാസം കടന്നു വരുമ്പോൾ പല ആളുകൾക്കും സംശയമുണ്ട്, ഉസ്താദ് ഇപ്പോൾ പറഞ്ഞ ദുആ ഉണ്ടല്ലോ, ആ ദുആയിൽ ശഅബാൻ മാസത്തിലാണെങ്കിൽ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ എന്നത് വെട്ടിയിട്ട് അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ എന്ന് ദുആ ചെയ്താൽ മതിയോ എന്ന് പല ആളുകളും ചോദിക്കാറുണ്ട്. അങ്ങനെ വേണ്ട. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസിൽ പഠിപ്പിച്ച് നൽകിയത് അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ എന്നാണ്. റജബിൻ എന്ന വാക്കുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ശഅബാനിൽ ദുആ ചെയ്യുമ്പോൾ ആ വാക്ക് കൂട്ടി തന്നെ, റജബ് എന്ന ആ ഒരു വാക്ക് നമ്മൾ കൂട്ടിയിട്ട് തന്നെ ദുആ ചെയ്യേണ്ടതാണ്. അല്ലാതെ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ശഅബാൻ എന്ന് റജബ് കട്ട് ചെയ്തിട്ട് നമ്മൾ ദുആ ചെയ്യേണ്ട കാര്യമില്ല. എന്താ മഹാന്മാർ പറയുന്നു, റജബിൻ എന്ന വാക്ക് അവിടെ ചേർക്കണം. കാരണം റജബ് മാസത്തിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന എല്ലാ ബറക്കത്തുകളും ഇനിയും നമ്മുടെ ജീവിതത്തിൽ കിട്ടാൻ ആ ദുആ അങ്ങനെ തന്നെ പറയണം. എങ്ങനെ? അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ, റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് ബറക്കത്ത് ചെയ്യണേ അല്ലാ. വബല്ലിഗ്നാ റമളാൻ, റമളാനിലേക്ക് ഞങ്ങളെ നീ എത്തിക്കണേ അല്ലാ. അല്ലാഹു നമ്മുടെ ദുആ സ്വീകരിക്കട്ടെ. റജബുൻ ഷഹറുല്ലാ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, റജബുൻ ഷഹറു ശഅബാനു ശഹ്രി റമളാനു ശഹ്റു ഉമ്മത്തി. റജബ് അല്ലാഹുവിന്റെ മാസം, ശഅബാൻ അതെന്റെ മാസമാണ്. പിന്നെയോ പരിശുദ്ധമായ റമളാൻ അതെന്റെ ഉമ്മത്തിങ്ങളുടെ മാസമാണ്. അതുകൊണ്ട് നബിതങ്ങളുടെ മാസം എന്ന് നബിതങ്ങൾ തന്നെ പരിചയപ്പെടുത്തിയ എൻ്റെ മാസം, ഇപ്പോൾ അള്ളാഹിൻ്റെ റസൂല് നബിതങ്ങൾ തൻ്റെ ശരീരത്തോട് നഫ്സിനോട് ചേർത്ത് പറയുന്ന എന്ത് കാര്യമുണ്ടോ അതിനൊക്കെ ശ്രേഷ്ഠതയുണ്ട്. എൻ്റെ പള്ളി, മദീനത്തെ പള്ളിയെ പറ്റി പറയുന്ന എൻ്റെ മസ്ജിദ് എന്നാണ്, എൻ്റെ കരളിൻ്റെ കഷ്ണം എന്നാണ് ഫാത്തിമ ബീവിയെ പറ്റി പറഞ്ഞത്. അപ്പോൾ എല്ലാം നബിതങ്ങൾ സ്വന്തത്തോട് ചേർത്ത് പറയുന്നതിനൊക്കെ വലിയ മഹത്വമുണ്ട്. എൻ്റെ മാസം എന്ന് പറഞ്ഞ ഈ ശഅബാന് വലിയ മഹത്വമുണ്ട്. നബിതങ്ങളുടെ ഹദീസിൽ കാണാം, ഇന്നഹു ശഹ്റുൻ യുഗ്ഫലുൻ നാസു അൻഹു ബൈന റജബിൻ വ റമളാൻ. റജബിൻ്റെയും റമളാനിൻ്റെയും ഇടയിൽപ്പെട്ട മാസമാണ് ശഅബാൻ. പല ആളുകളും റജബിലും ഭയങ്കര ഇബാദത്തായിരിക്കും, റമളാനിലും ഇബാദത്തായിരിക്കും. പലപ്പോഴും ശഅബാനിൽ വലിയ ശ്രദ്ധ കൊടുക്കാറില്ല. അതുകൊണ്ട് ഗഫലത്തായി പോകുന്ന, അശ്രദ്ധമായി പോകുന്ന ഒരു മാസമായി മാറാൻ പാടില്ല ശഅബാൻ മാസം. നമ്മളൊക്കെ ഊർജ്ജസ്വലരായി ഇരിക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് റജബ് വിട പറഞ്ഞ് ശഅബാൻ കടന്നു വരുമ്പോൾ നമ്മൾ അറിയേണ്ട, ഓരോ മുസ്ലിമും അറിയേണ്ട ഒരു 9 കാര്യങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ പറയേണ്ട ദിക്റുകൾ, സ്വലാത്തുകൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ഓരോന്നായി നമുക്ക് പറയാം. ഒരു വെറൈറ്റി, ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു വെറൈറ്റി മാസമാണ് ശഅബാൻ. ഒരു വെറൈറ്റി മാസമാണ്. കാരണം പരിശുദ്ധമായ ദീനിൻ്റെ ഒരുപാട് ഹുക്കുമുകൾ, അഹ്കാമുകൾ അല്ലാഹു തആല ഇറക്കിയ മാസമാണ് ഈ ശഅബാൻ മാസം. ഏതൊക്കെയാണ് നിങ്ങൾക്കറിയണോ? ഒന്നാമത്തേത്, പരിശുദ്ധമായ റമളാനിൽ നോമ്പ് നിർബന്ധമാണ് എന്ന ഒരു വിധി വന്നത് പരിശുദ്ധമായ ശഅബാനിലാണ്. റമളാനിൽ നോമ്പ് നിർബന്ധമാണ് എന്ന വിധി വന്നത് ശഅബാനിലാണ്. സക്കാത്ത് നിർബന്ധമാണ് എന്ന വിധി വന്നത് ശഅബാൻ മാസത്തിലാണ്. ഫിത്ർ സക്കാത്ത് കൊടുക്കണമെന്ന വിധി വന്നത് വിശുദ്ധമായ ഈ ശഅബാൻ മാസത്തിലാണ്. 2 പെരുന്നാൾ ദിവസം അത് നൽകിയതും ആ പെരുന്നാൾ ദിവസത്തിൽ നിസ്കാരം സുന്നത്താക്കിയതും ഇതുപോലൊരു ശഅബാൻ മാസത്തിലാണ്. അപ്പോൾ ഹുക്കുമുകൾ ഇറങ്ങിയ, മറ്റു മാസങ്ങളിൽ ഇത്രയധികം ഹുക്കുമുകൾ ഇറങ്ങിയിട്ടില്ല. ഹുക്കുമുകൾ ഇറങ്ങിയ മാസമാണ് ശഅബാൻ മാസം. പിന്നെയോ രണ്ടാമത്തെ പ്രത്യേകത, അള്ളാഹുവിൻ്റെ റസൂല് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശഫാഅത്തിന് അനുവാദം അള്ളാഹു കൊടുത്ത മാസമാണ്. നബിയെ, താങ്കളുടെ ഉമ്മത്തീങ്ങൾക്ക് താങ്കൾ ആഖിറത്തിൽ വരുമ്പോൾ ശഫാഅത്ത് ചെയ്യാൻ, ശുപാർശ ചെയ്യാനുള്ള അവസരം താങ്കൾക്ക് ഞാൻ നൽകും നബിയെ എന്ന സന്തോഷ വാർത്ത അള്ളാഹു മുത്തു റസൂലിന് അറിയിച്ചു കൊടുത്ത മാസമാണ് ശഅബാൻ. അള്ളാഹു തആല മുത്ത് നബിയുടെ ശഫാഅത്ത് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ.
മൂന്നാമത്തെ പ്രത്യേകത, വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ അഹ്സാബിൽ ഒരു ആയത്തുണ്ട്, ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ എന്ന പരിശുദ്ധമായ സ്വലാത്ത് ചൊല്ലേണ്ടതിൻ്റെ ആവശ്യകതയെ ഉണർത്തുന്ന ഭയങ്കര ശ്രേഷ്ഠതയുള്ള ആയത്ത് ഇറങ്ങിയ മാസമാണ് ശഅബാൻ. നബിയെ, താങ്കളുടെ പേരിൽ അള്ളാഹു മലക്കുകളും സ്വലാത്ത് ചൊല്ലുന്നുണ്ട്, അതുകൊണ്ട് മുഅ്മിനീങ്ങളെ നിങ്ങളും മുത്തുനബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലണേ എന്ന ഏത് പാപിക്കും ഏത് പാപങ്ങൾ ചെയ്തവനും രക്ഷപ്പെടാൻ അവസാനത്തെ വള്ളിയാകുന്ന സ്വലാത്ത് അത് ചൊല്ലണമെന്നുള്ള കൽപ്പന ഭൂമിയിലേക്ക് ഇറങ്ങിയ ഒരു ആയത്തിറങ്ങിയ മാസമാണ് ശഅബാൻ. നാലാമത്തെ പ്രത്യേകത, ഓരോ ദിവസങ്ങളുടെയും നമ്മൾ ഒരു ദിവസം ചെയ്യുന്ന അമൽ, നമ്മൾ ഒരു ദിവസം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അത് എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് ഉയർത്തപ്പെടുമെന്നാണ്. ഓരോ ആഴ്ചയിലും നമ്മൾ ചെയ്തിട്ടുള്ള അമലുകൾ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും അള്ളാഹുലേക്ക് ഉയർത്തപ്പെടുമെന്നാണ്. വർഷക്കണക്കെടുത്താൽ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് നമ്മൾ ചെയ്ത അമലുകൾ വർഷത്തിൽ ഉയർത്തപ്പെടുകയാണ്. അതേത് സമയത്താണ്, ഏത് മാസത്തിലാണ്? ശഅബാൻ മാസത്തിലാണ്. അള്ളാഹിൻ്റെ റസൂല് റമളാൻ കഴിഞ്ഞാൽ കൂടുതൽ നോമ്പ് പിടിച്ചത് ശഅബാനിലാണ്. സ്വഹാബിമാരോട് പറഞ്ഞു കൊടുക്കുന്നു, സ്വഹാബിമാരെ, ഞാനിങ്ങനെ ശഅബാനിൽ നോമ്പ് പിടിക്കാൻ കാരണം അള്ളാഹുവിലേക്ക് അമലുകൾ ഉയർത്തപ്പെടുന്ന മാസമാണ്. എൻ്റെ അമലുകൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുമ്പോൾ ഞാൻ നോമ്പുകാരനായിരിക്കാൻ ഇഷ്ടപ്പെടുന്നു എന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനിയോ അഞ്ചാമത്തെ പ്രത്യേകത, ഇന്നഹു തുക്തബു ഫീഹിൽ ആജാൽ, നമ്മുടെ ആയുസ് അള്ളാഹു എണ്ണി തിട്ടപ്പെടുത്തുന്ന മാസമാണ് ശഅബാൻ. ശഅബാൻ 15 ബറാഅത്തിന്റെ രാവിൽ നമ്മൾ 3 യാസീൻ ഓതാറുണ്ട്. ഒരു യാസീൻ എന്തിനു വേണ്ടിയാണ്? ആയുസ് ദീർഘിപ്പിച്ച് കിട്ടാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഈ ശഅബാൻ മാസത്തിലാണ് ഇനി എത്ര കാലം നമ്മൾ ജീവിക്കണമെന്ന് അള്ളാഹു രേഖപ്പെടുത്തുന്നത്. ഓരോ ശഅബാനിലും അങ്ങനെ രേഖപ്പെടുത്തുമെന്നാണ്. അള്ളാഹുവേ, ഞങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ ക്ലാസ് കേൾക്കുന്ന, ഞങ്ങളുടെ ഈ ദീനീ പ്രവർത്തനത്തിൽ പങ്കാളികളാകുന്ന, ഞങ്ങളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുള്ള ഞങ്ങളുടെ കുടുംബക്കാർ, ഞങ്ങളുടെ കൂട്ടുകാർ, നാട്ടുകാർ എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. എപ്പോഴും നല്ല ആഫിയത്തുള്ള ദീർഘായുസിന് വേണ്ടി നമ്മൾ ദ്വാരക്കണം. ആറാമത്തേത്, മഹാന്മാര് ഈ മാസത്തിന് പറഞ്ഞ പേര് ഷഹ്റുസ്വലാത്തി അലൻ നബിയിൽ മുഖ്താർ, സ്വലാത്തിന്റെ മാസമാണ്, സലാത്തിന്റെ മാസമാണ്. ഒരുപാട് മുത്തുനബി തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലേണ്ട മാസമാണ്. ശഅബാൻ 1 മുതൽ ഒരു മനുഷ്യൻ ഓരോ ദിവസവും 100 പ്രാവശ്യം അവനിക്കറിയാവുന്ന സ്വലാത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ മലക്കുകൾ ഖിയാമത്ത് നാൾ വരെ അവനിക്ക് വേണ്ടി പാപങ്ങൾ പൊറുക്കണേ എന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്യുമെന്ന് മഹാന്മാർ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തുകയാണ്. സ്വലാത്ത് ഒരുപാട് വർദ്ധിപ്പിക്കുക. ഏഴാമത്തേത് സൂറത്തു ദുഹാൻ, ഒരുപാട് ഓതേണ്ട ഒരു മാസമാണ് പരിശുദ്ധമായ ഈ ശഅബാൻ മാസം. സൂറത്തു ദുഹാൻ എല്ലാ ദിവസവും ഓതുക. സൂറത്തു ദുഹാനിൻ്റെ 1 മുതൽ 8 വരെ അല്ലെങ്കിൽ 11 വരെയുള്ള ആയത്തുകളൊക്കെ ആവർത്തിച്ചോതിയാൽ ഒരുപാട് പ്രതിഫലം നമുക്ക് കിട്ടുമെന്ന് മഹാന്മാർ എഴുതുന്നുണ്ട്. സൂറത്തു ദുഹാൻ ഒരു മനുഷ്യൻ ഈ മാസത്തിൽ ഓതിയിട്ട് ഒരു ദിവസം ഓതി, ഓരോ ദിവസവും ഓതിയിട്ട് ദുആ ചെയ്താൽ തഅജീലുൽ ഇജാബ, വേഗത്തിൽ നമുക്കതിൻ്റെ ഉത്തരം അള്ളാഹു നൽകുന്നതാണ്. എന്ത് ചോദിച്ചാലും ഉത്തരം വേഗത്തിൽ അള്ളാഹു നൽകും. എട്ടാമത്തേത്, ഇത് മുത്തുനബിയുടെ മാസമാണ്. അള്ളാഹിൻ്റെ റസൂൽ തന്നെ പറഞ്ഞല്ലോ, ശഅബാനു ഷഹരി, ശഅബാൻ എൻ്റെ മാസമാണ്. മൻ അല്ലമ ശഅബാന, ഒരു മനുഷ്യൻ ശഅബാൻ മാസത്തെ ബഹുമാനിച്ചാൽ അല്ലമ അംരി, അവൻ എന്നെ ബഹുമാനിച്ചവനെ പോലെയാണ്. വമൻ അല്ലമ അംരി, ആരെങ്കിലും എന്നെ ബഹുമാനിച്ചു കഴിഞ്ഞാൽ ഫറതൻ വദുഖുറൻ യൗമൽ ഖിയാമ, അവന് ഞാൻ ആഖിറത്തിൽ രക്ഷയാകും, സമാധാനമാകും. ആഖിറത്തിൽ ഞാൻ അവനെ കാത്തു നിൽക്കും. എന്തിന്? സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാൻ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. 9ാമത്തെ പ്രത്യേകത, ലോകത്തിലെ ഏറ്റവും വലിയ ഒരു അത്ഭുതമായിരുന്നു ഖിബില മാറ്റം. അത്ഭുതമെന്ന് പറഞ്ഞാൽ നബിതങ്ങളുടെ ജീവിതത്തിൽ നബിതങ്ങൾക്ക് ഭയങ്കര വിഷമമുണ്ടായ ഒരു അവസരവും കൂടിയാണ്. അതായത് നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ ജീവിച്ചിരുന്ന സമയത്ത്, 53 വർഷക്കാലം നബിതങ്ങൾ മക്കയിലായിരുന്നല്ലോ. ആ മക്കയിൽ ജീവിച്ചിരുന്ന സമയത്ത് നബിതങ്ങൾ തിരിഞ്ഞ് നിസ്കരിച്ചത് കഅബയിലേക്ക് തന്നെയാണ്.
മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജറ പോകുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അള്ളാഹു പറഞ്ഞു, നബിയെ, ഇനി മുതൽ ബൈത്തുൽ മുഖദ്ദസിന്റെ ഭാഗം, അതായത് ഫലസ്തീനിന്റെ ആ പ്രദേശത്തേക്ക് തിരിഞ്ഞിട്ടായിരിക്കണം താങ്കൾ നിസ്കരിക്കേണ്ടത്. നബി തങ്ങൾ ഏകദേശം ഒരു 10.5 മാസത്തോളം, 10 ചില്ലാന മാസത്തോളം ആ ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞായിരുന്നു നിസ്കരിച്ചിരുന്നത്. പക്ഷേ നബി തങ്ങൾക്ക് എപ്പോഴും മനസ്സിലിങ്ങനെ തികട്ടിക്കൊണ്ടിരിക്കും, എപ്പോഴും ഇങ്ങനെ ആകാശത്തേക്ക് നോക്കും. ആ കിബില ഒന്ന് മാറ്റി കഅബയിലേക്ക് ആക്കിയിരുന്നെങ്കിൽ റബ്ബേ കൊള്ളാമായിരുന്നു. അള്ളാന്റെ റസൂൽ പറഞ്ഞില്ല, കാരണം അള്ളാന്റെ ഓർഡർ അല്ലേ, അത് ശിരസാ വഹിച്ചു, പറഞ്ഞില്ല. പക്ഷേ മനസ്സിൽ ആ ഒരു ആഗ്രഹമുണ്ട്. അങ്ങനെ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതാ നിസ്കാരത്തിൽ അള്ളാഹുവിൻ്റെ മലക്ക് വന്ന് പറയുന്നു, നബിയെ, ഇനി താങ്കൾ കഅബയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞ് നിസ്കരിച്ചോളൂ എന്ന്. അങ്ങനെ ആ ഖിബില മാറ്റമുണ്ടായ ഒരു അത്ഭുതപ്പെടുത്തുന്ന ആ സംഭവം ഉണ്ടായത് ഈ ശഅബാൻ മാസത്തിലാണ്. ഏകദേശം ഹറമിൻ്റെ പരിധിയോടടുത്ത് വിട്ടിട്ടുള്ള ആ ഒരു ഭാഗത്ത് മസ്ജിദുൽ ഖിബിലത്തൈൻ എന്ന് പറയുന്ന ഒരു പള്ളി കാണാം. അവിടെ 2 ഖിബിലയും പ്രത്യേകം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അവിടെയൊക്കെ പോവാനും അവിടെയൊക്കെ പോയി നിസ്കരിക്കുവാനും ദ്വാരക്കുവാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ പരിശുദ്ധമായ ശഅബാൻ, ആ ശഅബാൻ മാസത്തെ എങ്ങനെയാണ് ആദരിക്കേണ്ടത്, ബഹുമാനിക്കേണ്ടത് നമ്മൾ ഏകദേശം പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് സ്വലാത്തുകൾ അധികരിപ്പിക്കുക, അറിയാവുന്ന സ്വലാത്തുകൾ പറയുക, അതുപോലെ തന്നെ ഒരുപാട് ദിക്റുകൾ, ദുആകൾ, അതുപോലെ സൂറത്തു ദുഖാൻ, അതുപോലെ തന്നെ സുന്നത്തായ നോമ്പുകൾ ഒരുപാട് കണ്ട് പിടിക്കാൻ പറ്റിയ മാസമാണ്. ഒരുപാട് അമലുകൾ, കുടുംബബന്ധം ചേർക്കുക, സ്വതക്ക കൊടുക്കുക, ഖുർആൻ പാരായണം, അതുപോലെ തന്നെ തൗബ ചെയ്യുക, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക, എല്ലാം ചെയ്യാൻ പറ്റിയ മാസമാണ്, ചെയ്യേണ്ട മാസമാണ് ശഅബാൻ. അല്ലാഹു തആല ഇതെല്ലാം നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹ്. ന്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഇത്തരം വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങൾ കാണുക, ഇതിൽ പറയപ്പെടുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ അമൽ ചെയ്യുക. ഇത്തരം വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ നമ്മളുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുത്താൽ ജാരിയായ സ്വതക്കയുടെ പ്രതിഫലം അള്ളാഹു നൽകും. ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു നൽകുമാറാവട്ടെ. ഒരുപാട് മുഅ്മിനീങ്ങൾ ദുആ വസിയത്ത് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവെ പടച്ചവനെ, റജബ് മാസം ഞങ്ങളിൽ നിന്ന് വിട പറയാൻ പോവുകയാണ്. അള്ളാഹുവെ, റജബിൽ ഞങ്ങൾ ചെയ്ത എല്ലാ കർമ്മങ്ങളും നീ സ്വീകരിക്കണേ. അള്ളാഹ്, തെറ്റുകുറ്റങ്ങൾ നീ മാപ്പാക്കണേ റഹ്മാനെ. അള്ളാഹുവെ, ഒരുപാട് മുഅ്മിനീങ്ങൾ ദുആ വസിയത്ത് പറഞ്ഞിട്ടുണ്ട്. ഇനി കടന്നു വരുന്ന ഈ ശഅബാനിൻ്റെ ബറക്കത്ത് കൊണ്ട്, അള്ളാഹുവെ വിട പറയുന്ന റജബിൻ്റെ ബറക്കത്ത് കൊണ്ട്, വരാനിരിക്കുന്ന റമളാനിൻ്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെയും ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെയും, പ്രത്യേകിച്ച് ഞങ്ങളുടെ വീഡിയോകൾക്ക് താഴെ ആരെല്ലാം എന്തെല്ലാം വിഷമങ്ങൾ, പ്രയാസങ്ങൾ, സങ്കടങ്ങൾ, രോഗങ്ങൾ പറഞ്ഞ് കമൻറ്റുകൾ രേഖപ്പെടുത്തുന്നുണ്ടോ എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. വിഷമങ്ങൾ മാറ്റണേ അല്ലാ. മാരകവുമല്ലാത്തതുമായ രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കളെയെല്ലാം സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. അവരുടെ കാര്യങ്ങൾ നീ ഏറ്റെടുക്കണേ അല്ലാ. അല്ലാഹുവേ, ജോലിയില്ലാത്തവർ, വീടില്ലാത്തവർ, മക്കളില്ലാത്തവർ എല്ലാവർക്കും നീ ഖൈർ നൽകണേ റഹ്മാനെ. അല്ലാഹു, മരണപ്പെട്ടു പോയവർക്ക് നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ. ഞങ്ങളെല്ലാവരെയും സ്വർഗ്ഗത്തിൻ്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തണേ അല്ലാ. ആമീൻ. ഈ വീഡിയോയുടെ എൻഡ് സ്ക്രീനായി പരിചയപ്പെടുത്തുന്ന അടുത്ത വീഡിയോ, നിസ്കാരത്തിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന, അറിഞ്ഞും അറിയാതെയും ചെയ്തു പോകുന്ന 15 കറാഹത്തുകളുണ്ട്. എന്താണ് കറാഹത്ത്? ആ കറാഹത്തുകൾ ഏതൊക്കെയാണ്? ഏതൊക്കെ ചെയ്താൽ നിസ്കാരം ബാത്തിലാകുമോ? തുടങ്ങി നിസ്കാരത്തിൽ ചെയ്തു പോകുന്ന കറാഹത്തുകളുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ മുമ്പ് നമ്മൾ ചെയ്തിരുന്നു. ആ വീഡിയോ കാണാൻ ഈ കാണുന്ന യൂട്യൂബ് ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. നിസ്കാരത്തിൽ സംഭവിച്ചു പോകുന്ന, അറിഞ്ഞും അറിയാതെയൊക്കെ ചെയ്യുന്ന 15 കറാഹത്തുകൾ, അതെങ്ങനെ ഒഴിവാക്കാം, ആ കറാഹത്തുകൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് വിശദമായി ആ വീഡിയോയിലൂടെ കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.